കമ്പനിയായിട്ടുള്ള AVL ഡിസൈൻ ചെയ്ത എഞ്ചിനുള്ള തണ്ടർബേർഡ് ഒരു രക്ഷയില്ലാത്ത കംഫർട്ടുള്ള വണ്ടിയാണ്. ഇതുവരെ ഓടിച്ച ബൈക്കുകളിൽ എനിക്ക് ഏറ്റവും ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു കംഫർട്ട് തരുന്നൊരു ബൈക്കായിരുന്നു ഈ AVL തണ്ടർബേർഡ്. ഇതെന്നെ ക്ലാസിക് ഫൈൻഡറാണ്. ഇതൊന്നും കംഫർട്ടിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും അതുമായിട്ട് കമ്പയർ ചെയ്യത്തേ ഇല്ല. അതുപോലെ കംഫർട്ടാണ്, ഒരു രക്ഷയില്ലാത്ത കംഫർട്ടാണ്. പക്ഷേ അതിൻ്റെ ഉള്ള പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഡ്രം ബ്രേക്കേ ഉള്ളൂ. ഡ്രം ബ്രേക്ക് എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ എനിക്ക് ഈ നമ്മുടെ ബൈക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്പ്ലെൻഡറൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ചെറിയ ഡ്രമ്മാണ് ഈ സ്പ്ലെൻഡറിനൊക്കെ വരുന്നത്. ഈ തണ്ടർബേർഡിന്റെ ഡ്രം എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇതിന് മുടിഞ്ഞ പിടുത്തമായിരിക്കും. ഇത്ര വലിയ ഡ്രം ആയതുകൊണ്ട് ഭയങ്കര പിടുത്തമായിരിക്കും, ഡിസ്കിന്റെ ഒക്കെ പവർ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ് എനിക്ക് പിന്നീട് അത് മനസ്സിലായി. അങ്ങനെ കൃത്യം 3 മാസമല്ല, ഒരു മാസം കറക്റ്റ് ആയപ്പോഴത്തേക്കും ഞാനത് ലോങ്ങിനൊക്കെ കൊണ്ടുപോയി തുടങ്ങി. കുഴപ്പമില്ല. ആദ്യം ഒരു കോയിൽ കത്തിപ്പോയി. എടുത്ത പാടെ ഒരു 2ാമത്തെ ആഴ്ച ഒരു